എവിടുന്ന് കിട്ടില്ല. അല്ലാഹുവിന്റെ ഔദാര്യമായ മഴയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ കണ്ടെങ്കിൽ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? എത്ര തലങ്ങളുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വ്യക്തിത്വത്തിന് എത്ര തലങ്ങളുണ്ട്, എത്ര സ്റ്റാൻഡേർഡുകളുണ്ട് മനസ്സിലാക്കുക. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമാണ് ഇന്ന് ആധുനിക ലോകത്ത്, ആധുനിക കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സംശയങ്ങൾക്കും കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് കാരണം. ഒരാൾ ചോദിക്കുകയുണ്ടായി, ബഹുമാനമുള്ള ശൈഖുനാ ഖുത്ബുൽ ആലം നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞ അവിടുത്തെ പരിശുദ്ധമായ തിരുനാവിലൂടെ പറഞ്ഞൊരു കലിമത്ത്, ലോകത്തുലിനെ ചലിക്കണമെങ്കിൽ അത് ഞാൻ അറിയണം, കടലിലെ മീനുകൾക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ അത് ഞാൻ അറിയണം. ബഹുമാനവരുടെ തിരുനാവിലൂടെ പറഞ്ഞ വാക്കാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും എന്ന് സംശയിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ സംശയം വരുന്നത്? പണ്ഡിതന്മാർ പോലും ആ വാക്കുകൾക്ക് അർത്ഥം വെക്കാൻ കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്സാരത്തിന്റെ തലങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു അതിന് തൗഫീഖ് നൽകിയിട്ടില്ല. ആ തൗഫീഖ് നൽകിയവർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസവുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്സാരത്തിന്റെ തലങ്ങൾ നാം മനസ്സിലാക്കി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്സാരത്തിന് വളരെ ഷോർട്ട് ആക്കി പറഞ്ഞാൽ 3 തലങ്ങളാണുള്ളത്. 3 തലങ്ങളാണുള്ളത്. അതിൽ ഒന്ന് മാനുഷിക തലമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനായിട്ടാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചത്. മാലിഹാദി റസൂൽ യഖുലു വയശ്റബു യംശി ഫിൽ അസ്വാഖ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അത് മാനുഷിക തലമാണ്. എന്നാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അബൂജഹലും നമ്മളെല്ലാവരും, ലോകത്തുള്ള എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം അതെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യനായിരിക്കെ തന്നെ ആ മനുഷ്യൻ എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിച്ചത്, മറ്റ് മാനുഷിക എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യുഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല. യുഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെയല്ല അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിട്ടുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിക്കണം. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, എല്ലാവരും അല്ലാഹുവിനെ വിശ്വസിക്കുന്നു. വമലായികതിഹി, മലക്കുകളെയും, വകുതുബിഹി വറുസുലിഹി, കിതാബിലും മുർസലീങ്ങളിലും ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആമനർ റസൂലു, പരിശുദ്ധ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി, അവിടേക്ക് ഇറക്കപ്പെട്ട ഒന്ന്. അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടില്ല. ആമനർ റസൂലു ബിമാ അവിടേക്ക് ഇറക്കപ്പെട്ടതെന്തോ അത് നമ്മളത് വിശ്വസിച്ചിട്ടുണ്ട്. എന്താണത്? എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറ്റുന്നത്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹിക്കപ്പെടുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു തആല പറഞ്ഞത് ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഔഹാ ഇലാ അബ്ദിഹി, അല്ലാഹു അവന്റെ അടിമക്ക് ഔഹാ ഇലാ അബ്ദിഹി, അവന്റെ അടിമക്ക് അല്ലാഹു വഹി നൽകി. മാ ഔഹാ, അവൻ നൽകിയതൊക്കെയും നൽകി. എന്താന്ന് പറഞ്ഞില്ല?
അതാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എനിക്ക് 3 പാത്രം ഇൽമു നൽകപ്പെട്ടു, അതിൽ 1 ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചു തന്നു, നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതിൽ 2 പ്രത്യേകമായ ചില ആളുകൾക്ക് മാത്രം കൈമാറി, അതിൽ 3ാമത്തത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് സയ്യിദുനാ മലക്കുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു, സംസാരിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു. കൂടെയുള്ളവർക്ക് അത് കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം ഉയർത്തുന്നു, തങ്ങളുടെ സ്വഭാവ രീതികൾ മാറുന്നു. കൂടെ നിന്നവർക്ക് മനസ്സിലാകുന്നു മലക്കിറങ്ങിയിട്ടുണ്ട്. അവർ മൗനം പാലിക്കുന്നു. അല്പനേരത്തിന് ശേഷം തങ്ങൾ അതിൽ നിന്ന് മോചിതനായതിനു ശേഷം പറയുന്നു, മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ ജിബ്രീൽ വന്നിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് കാൽ വെച്ച് കയറുന്നു. ആമീൻ. പിന്നെയും അടുത്ത കാൽ വെച്ചു, ആമീൻ. പിന്നെയും കാൽ വെച്ചു, ആമീൻ എന്ന് പറഞ്ഞു. ദുആ ചെയ്യുന്നത് കേട്ടില്ല. ഖുതുബ കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഇന്ന് ഞങ്ങൾ വളരെ പ്രത്യേകമായ ഒരു കാര്യം തങ്ങളിൽ കണ്ടുവല്ലോ. ഓരോ മിമ്പറിന്റെ പടികളും തങ്ങൾ കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കയറിയത്. തങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നിരുന്നു അലൈഹിസ്സലാം. ഞാൻ 1ാമത്തെ പടി ചവിട്ടുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. വിശദീകരിക്കുന്നില്ല ചരിത്രം, ഹദീസ് വിശാലമാണ്. ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ദുആ ചെയ്തതും ആരും കണ്ടില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കണ്ടു. അതാണ് സെക്കൻഡ് അടുത്ത റസൂൽ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാണാത്തത് കാണുന്നു, നമ്മൾ കേൾക്കാത്തത് കേൾക്കുന്നു, നമ്മൾ അറിയാത്തത് അറിയുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2ാമത്തെ തലം. ഒരിക്കൽ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിലാണ്. തന്റെ ഒട്ടകത്തെ യാത്രക്കിടയിൽ വെച്ച് വിശ്രമിക്കാൻ വേണ്ടി കെട്ടിയിട്ടു. എല്ലാവരും വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഇതിന്റെ മുൻപുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ജഅഫർ റളിയല്ലാഹു അൻഹു ഗട്ടേറ്റ് വലത് കരം നഷ്ടപ്പെട്ടു, ഇടത് കരം നഷ്ടപ്പെട്ടു. ഇദാ ജഅഫറിന്റെ വലത് കാൽ നഷ്ടപ്പെട്ടു, ജഅഫറിന്റെ ഇടത് കാൽ നഷ്ടപ്പെട്ടു. ജഅഫർ പല്ലുകൊണ്ട് കടിച്ചാണ് ആ പതാക പിടിക്കുന്നത്. സ്വഹാബ, ജഅഫർ ഇദാ സ്വർഗ്ഗത്തിലേക്ക് പാറി പറക്കുന്നു. സ്വഹാബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈവായി കൊണ്ട് മദീനയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ നടക്കുന്ന യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ ഇവിടെ ഇരുന്ന് ലൈവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും അധികം അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒട്ടകത്തെ കാണാതായപ്പോൾ ഒട്ടകത്തെ അന്വേഷിക്കാൻ തുടങ്ങി. കുറെ അന്വേഷിച്ചു, ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഒട്ടകത്തെ എവിടെയും കണ്ടില്ലാണ്. മുനാഫിഖീകളിൽപ്പെട്ട ചിലർ, കപട വിശ്വാസികളിൽപ്പെട്ട ചിലർ ചില ഫിത്നകൾ, ചില സംശയങ്ങൾ പറയാൻ തുടങ്ങി. ഇതെന്ത് കഥ? അങ്ങകലെ യുദ്ധസ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് പറയുന്നു. സ്വന്തം ഒട്ടകം പോയത് അറിയുകയുമില്ല. ഇതെന്ത് കഥ? അങ്ങകലെ യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് പറയുന്നു. സ്വന്തം ഒട്ടകം പോയതോട് അറിയുന്നില്ല. ഇതെങ്ങനെ ശരിയാവില്ല? അങ്ങനെ ഫിത്ന പുറപ്പെടുവിച്ചപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ആളുകളെത്തിൽ പോയിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി. അവർ വന്നുകൊണ്ട് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, നബിയേ, അവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, തങ്ങൾക്ക് ദൂരെയുള്ള കാര്യങ്ങൾ തങ്ങൾ പറയുന്നു എന്നും സ്വന്തം ഒട്ടകം പോയത് അറിയില്ല എന്നും ഒക്കെ പറഞ്ഞവർ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് നബിയേ. ആ സമയത്ത് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചൂഴ്ന്നു കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു, എന്റെ ഒട്ടകം ഇന്ന സ്ഥലത്ത് ഒരു മരമുണ്ട്, ആ മരത്തിന്റെ കൊമ്പിലെ മൂക്കുകയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്, സ്വഹാബാക്കൾ പോയിട്ട് കൊണ്ടുവരൂ.
സ്വഹാബത്ത് ചെന്ന് നോക്കുമ്പോൾ ശരിയാണ്, ആ മരത്തിന്റെ കൊമ്പിൽ മൂക്ക് കയറി കുടുങ്ങിയിട്ട് നിൽക്കുകയാണ്. സ്വഹാബത്ത് ഒട്ടകത്തെ വെടിയിച്ച് കൊണ്ടുവന്നു. അപ്പൊ തങ്ങളത് വേണ്ട എന്ന് വെച്ചിട്ടാണ്, തങ്ങളതൊന്നും കാണിക്കണ്ട, വേണ്ട എന്ന് കരുതി ഒരു മനുഷ്യനായി ജീവിക്കുകയാണ് ഭൂരിഭാഗ സമയത്ത് ചെയ്യാറില്ല. പക്ഷേ തങ്ങൾക്ക് മറ്റൊരു തലം തങ്ങളിലുണ്ട്, മലക്കിന്റെ തലം. മലക്ക് എന്ന് പറയുന്നത് പ്രകാശമാണ്, പ്രകാശമാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിരിക്കുന്നു. കണ്ണെത്തുന്ന സ്ഥലത്തേക്ക് കാലെത്തുന്ന രീതിയിൽ, പ്രകാശത്തേക്കാൾ വേഗതയുള്ള രീതിയിൽ ബുറാഖ് പറക്കുന്ന മൃഗമാണ്. ആ ബുറാഖിന്റെ പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം മുത്ത് റസൂലുള്ളാഹി യാത്ര ചെയ്യുന്നു. ആ തലമേതാണ് മനസ്സിലാക്കിയോ? ഇല്ല, അത് മലക്കിന്റെ തലമാണ്. ആ മലക്കിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ആ തലം, ആ ഒരു പോസ്റ്റ് വെച്ചിട്ടാണ് തങ്ങൾ കാണുകയും കേൾക്കാത്തത് കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇനി അതിൽ നിന്ന് ഉയർന്നൊരു മർത്തബയുണ്ട്. ചുരുക്കി പറയുകയാണ്, എന്നാൽ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നുപോയി, ആകാശങ്ങൾ കടന്നുപോയി. عند سدرة المنتهى عند سدرة المنتهى അല്ലാഹുവിന്റെ ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പ്രകാശ സാഗരത്തിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഹലാ ബഹ്റുൻ നൂർ, നബിയേ ഇത് ബഹ്റുൻ നൂറാണ്, ഇത് പ്രകാശത്തിന്റെ കടലാണ്, പ്രകാശത്തിന്റെ സാഗരമാണ് നബിയേ. ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ഞാൻ കരിഞ്ഞു പോകും നബിയേ. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഈ പ്രകാശക്കടലിലേക്ക്, പ്രകാശസാഗരത്തിലേക്ക് ഞാൻ ഒന്ന് കാലെടുത്തു വെച്ചാൽ ഞാൻ കരിഞ്ഞു പോകും നബിയേ. അതുകൊണ്ട് എന്നെ വിട്ടേക്കു നബിയേ, തങ്ങൾ പോയിക്കോളൂ, എനിക്ക് വരാൻ അനുമതിയില്ല, എന്റെ അനുമതി കഴിഞ്ഞിരിക്കുന്നു എന്ന് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ തലമേതാണ് മലക്കുകൾക്ക് പോലും അപ്രാപ്യമായ ഒരു തലമാണ്. മലക്കുകൾക്ക് പോലും അവിടെ പ്രവേശനമില്ല. മലക്കുകൾ മനസ്സിലാക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ടെന്ന് ശരീഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 600 ചിറകുണ്ട്, അതിൽ ഒരു ചിറകിനാലും വിടർത്തിയാൽ മശ്രിഖ് മഗ്രിബ് 18000 പ്രപഞ്ചവും നിറയുമെന്ന് ശരീഅനാ റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറകിനാലും വിടർത്തിയാൽ മശ്രിഖ് മഗ്രിബ് 18000 ലോകവും നിറഞ്ഞു നിൽക്കുമെന്ന് ശരീഅനാ റസൂലുള്ളാഹി. അങ്ങനെ 600 ചിറകുകൾ ജിബ്രീൽ ഉണ്ടെന്ന് ശരീഅനാ റസൂലുള്ളാഹി. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കഴിയില്ല ആ ബഹ്റുൻ നൂറിലേക്ക്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയില്ല. എന്താ കാരണം? അത് മലക്കുകൾക്ക് പോലും അപ്രാപ്യമായ ഒരു തലമാണ്, മലക്കുകൾക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത ഒരു തലമാണത്. ഇനി നിങ്ങൾ കേൾക്കണോ, മലക്കുകൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഗൗരവം. മലക്കുകൾക്ക് സാധിക്കാത്ത മലക്കിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവുന്നത്. മലക്കിനെ പറ്റി പറയുമ്പോൾ സൂറത്ത് അംഗളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം കേട്ടിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കിയത്? ഈ കാണുന്ന പ്രപഞ്ചം 18000 ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുൻപിൽ ഒരു ചെറിയ പോയിന്റിൽ എത്ര വലിപ്പമുള്ളൂ. സൂറന്ന കാലം എന്ന സാധനം അതിന്റെയും വലുത, അത് വായിൽ വെച്ചിട്ടാണ് ആയിരിക്കുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാലം വായിൽ വെച്ചിട്ടാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇരിക്കുന്നത്. അതിന്റെ വായെന്ന് പറയപ്പെടുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓർഡർ കിട്ടിയാൽ അപ്പോഴും ആ സൂറന്ന കാലം തന്നെ ഈ 18000 പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന അതിനൊക്കെ വലിപ്പുള്ള വലിയ സൂറന്ന കാലം, അത് വായിൽ വെച്ചിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവർക്ക് ആർക്കും ബഹ്റുൻ നൂറിലേക്ക് കടക്കാൻ കഴിയില്ല. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾക്ക് ബഹ്റുൻ നൂറിലേക്ക് കടക്കാൻ കഴിയില്ല.
അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സൃഷ്ടിയേതാണ് മലക്കുകളാണ്. മനുഷ്യരെ മറ്റൊരു പറഞ്ഞു. ഇനി മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞു, അല്ലാത്ത കാര്യം പറഞ്ഞു. ഏറ്റവും ഉന്നതമായ സൃഷ്ടി മലക്കുകൾ തന്നെയാണ്. പക്ഷേ മലക്കുകൾക്കും അവിടേക്ക് കടക്കാൻ കഴിയില്ല. ആ സ്ഥലത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ അവിടുത്തെ തിരുശരീരം കൊണ്ട് കടന്നുപോയത്. സ്വപ്നമല്ല, ആത്മീയമായ പ്രയാണമല്ല, മറിച്ച് അവിടുത്തെ തിരുശരീരം കൊണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ ആകാശാരോഹണം നടത്തിയ റബ്ബ് എത്ര പരിശുദ്ധനാകുന്നു. തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടന്നു ചെന്നത്. അങ്ങനെ അല്ലാഹുവും അവന്റെ റസൂലും തമ്മിൽ അടുത്തു. അമ്പും വില്ലും അടുത്തതുപോലെ അല്ല, അതിനേക്കാൾ അടുത്തു, അതിനേക്കാൾ അടുത്തു. അല്ലാഹു അവന്റെ റസൂലിലേക്ക് നൽകാനുള്ളതെല്ലാം നൽകി. ഇനി നിങ്ങൾ ചിന്തിക്ക്, ആ തലത്തെ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കും? അവിടെയാണ് മഹാന്മാരുടെ പവർ മനസ്സിലാക്കുന്നത്. അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടാത്ത സ്ഥാനം നൽകപ്പെട്ടവരാണ് ബഹുമാനമുള്ള അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ള ആലിമിന്റെ പുത്രൻ ശൈഖുനാ മുഹമ്മദ് അബൂ ബക്കർ മദഊനി റളിയല്ലാഹു അൻഹു. അമ്പിയാക്കന്മാർ ശ്രേഷ്ഠരാണെങ്കിലും അവർക്ക് നൽകപ്പെടാത്ത ഒരു പദവിയും നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച മയ്യിത്തിനോട് പറഞ്ഞത്, ഇതിനില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ എന്നാണെങ്കിൽ സയ്യിദുനാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ എന്നാണ്. ചരിത്രം ഇവിടെ വ്യക്തമാണ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ലാത്തിയായ തജല്ലി ഈ ലോകത്തേക്ക് വന്നത്. ഇസ്തിലാഹിയായിട്ട് പറഞ്ഞാൽ ലാത്തിന്റെ തജല്ലി, അല്ലാഹുവിന്റെ പരിശുദ്ധ ലാത്തിന്റെ തജല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലാത്തിലൂടെയാണ് ഈ ലോകത്തേക്ക് അവതീർണമായത്. അതുവരെ വന്ന മുഴുവൻ അമ്പിയാക്കന്മാരും ഔസാഫിന്റെ തജല്ലിയായിരുന്നു. റസൂലുള്ളാഹിയിലൂടെയാണ് ലാത്തിന്റെ തജല്ലി ലോകത്തേക്ക് വന്നത്. ആ റസൂലുള്ളാഹിന്റെ അനന്തര അവകാശികളായി മാറിയതുകൊണ്ടാണ് ആ അമ്പിയാക്കന്മാർക്ക് പോലും നൽകപ്പെടാത്ത ലാത്തിയായ തജല്ലി നൽകപ്പെട്ടവരാണ് ബഹുമാനമുള്ള മശായിഖുമാർ. അതുകൊണ്ട് അവരുടെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ ആ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ് അവർ പറയുന്നത്. റസൂലുള്ളാഹിന്റെ പവറാണ് അവർ പറയുന്നത്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, സർവ്വലോക പ്രപഞ്ചത്തിൽ നടന്നതും നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടത് ലൗഹും ഖലമുമാണ്. ലൗഹും ഖലമും രേഖപ്പെടുത്തപ്പെട്ട മുഴുവൻ ഇൽമുകളും നബിയെ അവിടുത്തെ ഇൽമിൽ നിന്നുള്ള തുച്ഛമാണ് നബിയെ, അവിടുത്തെ ഇൽമിൽ നിന്നുള്ള തുച്ഛമാണ് നബിയെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഒരു അണുപോലും ചലിക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. റസൂലുള്ളാഹി അറിയാതെ പ്രപഞ്ചത്തിൽ എവിടെ ഒരു തരി പോലും ചലിക്കുകയില്ല. റസൂലുള്ളാഹി അറിയാതെ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു തരി പോലും ചൂതിരാവുകയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ സർവ്വലോകങ്ങൾക്കും പ്രപഞ്ചങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല നബിയെ. റസൂലുള്ളാഹി അറിയാതെ ഒരു ഇടം ചലിക്കുകയില്ല. റസൂലുള്ളാഹി അറിയാതെ ഒരു മണ്ഡലി ലോകത്തില്ല. റസൂലുള്ളാഹി അറിയാതെ ഒരു ശ്വാസം പോലും ലോകത്തിൽ നടക്കുന്നില്ല. ആ ഹബീബായ റസൂലുള്ളാഹിന്റെ പവറാണ് സയ്യിദുനാ റസൂൽ പറഞ്ഞത്. സയ്യിദുനാ അലവിന്റെ കുത്തുബ് പറഞ്ഞത്, എന്റെ വാസസ്ഥലം റൗളയാകുന്നു, എന്റെ വാസസ്ഥലം റൗളയാകുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ സംസാരം ഹബീബിന്റെ സംസാരമാണ്. നിങ്ങൾ നിഷേധിക്കുന്നത് ഹബീബിനെയാണ്, നിങ്ങൾ കളവാക്കുന്നത് ഹബീബിനെയാണ്, നിങ്ങൾ അവിശ്വസിക്കുന്നത് ഹബീബിനെയാണ്. ഹബീബിന്റെ പ്രവാചകന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള റാത്തിയായ തജല്ലിയാണത്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അറിവാക്കന്മാരോട് ചോദിച്ചു കൊള്ളുവീരേ, അറിവാക്കന്മാരോട് ചോദിച്ചു കൊള്ളുവീരേ. അല്ലാഹുവിന്റെ തജല്ലിക്ക് അഫ്ആലിന്റെ തജല്ലി എന്നും സിഫാത്തിന്റെ തജല്ലി എന്നും റാത്തിന്റെ തജല്ലി എന്ന 3 തലങ്ങളാണ് അല്ലാഹുവിന്റെ തജല്ലിക്കുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റാത്തിന്റെ തജല്ലിയാണ് ലോകത്തിൽ ഒഴിവായത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി നൽകപ്പെട്ട ഏറ്റവും ഉന്നതമായ പദവി ആരാധിക്കപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ ആരാധിക്കപ്പെട്ടിട്ടില്ല എന്നത് റസൂൽ നൽകപ്പെട്ട ഏറ്റവും ഉന്നതമായ പദവിയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സിറാണ്. ഞാൻ മറക്കപ്പെട്ടൊരു വിധിയായിരുന്നു, ഞാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ മറക്കപ്പെട്ടൊരു വിധിയായിരുന്നു. എന്നെ അറിയപ്പെടണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം കൊണ്ട് എന്റെ ഉദ്ദേശം, എന്റെ മുറാദ് അൽ ഇൻസാൻ, സമ്പൂർണ്ണ മനുഷ്യപുരുഷനാകുന്ന ആ മനുഷ്യനാണ്. എന്റെ വാഹനവും അൽ ഇൻസാൻ, ആ മനുഷ്യനാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതാണ് സമ്പൂർണ്ണ മനുഷ്യപുരുഷൻ. വമാ അൻഫുഹു വമാ ഐനുഹു വമാ യദുഹു വമാ ലിസാനുഹു ഇല്ലാ അനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി സുയൂഖുർ റബ്ബാനി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ടിൽ കാണാൻ കഴിയും, കുന്തു സമഉൽ ലദീ യസ്മഉ ബിഹി, ഞാൻ അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വകുന്തു ബസറുൽ ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വകുന്തു റിജ്ലുൽ ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനാകുമെന്ന് അല്ലാഹു തആല പറയുന്നു. ഒരു അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവന്റെ കണ്ണാവും കയ്യാവും കാലാകുമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ കണ്ണാകുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ കയ്യായി എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ കാലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് റാത്തിയായ തജല്ലി. അല്ലാഹു അവിടെ വെളിവായിട്ടുണ്ട്. ആ കണ്ണുകൊണ്ട് അല്ലാഹു കാണുന്നതെല്ലാം അവർ കാണുമെന്ന്, അല്ലാഹു കേൾക്കുന്നതെല്ലാം കേൾക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവരിലൂടെ കാണുമെന്ന്, അല്ലാഹു അവരിലൂടെ കേൾക്കുമെന്ന്. അതുകൊണ്ടാണ് ആദമിന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചത്. അല്ലാഹുവിന്റെ റാത്തിയായ തജല്ലി വെളിവായി കഴിഞ്ഞാൽ അതല്ലാതെ മറ്റൊരു മാർഗ്ഗവും അവിടെയില്ല. ഞാൻ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്കത് വേണ്ട, ഞാൻ മാറ്റിയിരിക്കുന്നു. സംസാരം ശ്രദ്ധിക്കണം, അത് റാത്തിന്റെ തജല്ലിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹദ്റത്തിൽ നിന്നുള്ള സംസാരമാണ്. അപ്പൊ നിങ്ങൾ കളവാക്കുന്നത് അല്ലാഹുവിനെയാണ്, നിങ്ങൾ കളവാക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണെന്ന് മനസ്സിലാക്കിക്കോളണം. അല്ലാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കുന്നവർക്ക് ഈ സംസാരം മനസ്സിലാക്കാൻ പ്രയാസമില്ല. അല്ലാഹു തൗഫീഖിനെ കുറിച്ച് പറഞ്ഞത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഖുർആനിൽ ആയ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് തൗഫീഖ് എന്ന വാക്ക് ഉച്ചരിച്ചത്. സൗഭാഗ്യം എന്ന വാക്ക് ഒരേ ഒരു ഇടത്ത് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണത്? അത് സൗഭാഗ്യം എന്നത് അത് അപൂർവം തന്നെയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടവണ്ണം ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല എന്നെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ വിരുദ്ധമാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നബിയെ, അങ്ങയുടെ വിരുദ്ധമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തെ പണച്ചെങ്കിലും അല്ലാഹുവിന്റെ ലക്ഷ്യം റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യമാണ്. ഇതിലേക്ക് കടന്നാൽ സംസാരം തീർക്കാനോ തുടങ്ങാനോ പോലും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവർ, അവിടുത്തെ പദവി മനസ്സിലാക്കുന്നതിന് അപ്പുറമാണ്. അല്ലാഹു ജാനതാ ഹേ മുഹമ്മദ് കെ മർതബ, മുഹമ്മദ് കെ മർതബ. അല്ലാഹു ജാനതാ ഹേ മുഹമ്മദ് കെ മർതബ വ മുഹമ്മദ് കെ മർതബ. റസൂലുള്ളാഹിന്റെ മർത്തബയെന്ന് അല്ലാഹു മാത്രമേ അറിയുള്ളൂ. അല്ലാഹുവിനെ മാത്രം അറിയുന്ന മർത്തബകളുണ്ട്.
അപ്പോൾ എങ്ങനെ ഉൾക്കൊള്ളും? അല്ലാഹുവിനെ മാത്രം ഉൾക്കൊള്ളുന്ന ആലിമ തലങ്ങളിൽ റസൂലുള്ളാഹിയെ പറ്റി നമ്മൾ ഈ കടലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കേണ്ട ഒരു വിശ്വാസം പ്രപഞ്ചം 18,000 ഒരു അണു പോലും റസൂലിനെ അല്ലാതെ ചലിക്കുകയില്ല എന്ന് ചോദിക്കണം. ആ മഖാമിലേക്ക് റസൂലുള്ളാഹിന്റെ നാദിയായ തജല്ലിയിലേക്ക് ഫനായിപ്പോയ ഹഖീഖത്തുൽ മുഹമ്മദിയിൽ ലയിച്ചുപോയ മഹാനാണ് ശൈഖുനാ ഖുതുബുൽ ആലം നൂർ മുഹമ്മദ് അബൂബക്കർ ബദവി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് റസൂലിനെ കാണണം ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്ന് ആഗ്രഹമുള്ള ഉമ്മ ഇതാ എന്നെ നോക്കിക്കോളൂ എന്ന് ബഹുമാനമുള്ളവർ പറയുന്ന കാരണമതാ. ആ സംസാരം അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരമാണ്. എന്നെ വസന്തം പ്രബോധനമാകുന്നു പറഞ്ഞ കാരണമതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പദവിയാണ് പറയുന്നത്. ശൈഖുനാന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് സംസാരിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു പോകും. അവിടുന്ന് സംസാരിച്ച് മുഴുവനും ഹക്കാണ്. അത് അങ്ങനെ തന്നെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പദവികളാണ്. വളരെ തുച്ഛമായിട്ട് മാത്രമേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകിയിരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.